നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അങ്ങനെ നമ്മൾ കാണുന്നത് വീട്ടിൽ നിന്ന് എല്ലാവരെയും അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ശ്രുതി വിമലയുടെ ആദിയുടെ അരിയിലിരിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതിയുടെ മനസ്സിൽ കൂടെ വല്ലാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ ഇവിടുന്ന് പറഞ്ഞു വിടണം. പിന്നീട് വിമലയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിമല പറഞ്ഞു, എത്ര നാളിനി എനിക്ക് ഇവനെ നോക്കാൻ പറ്റും? ആദ്യേ എനിക്ക് അതേ കാലമൊന്നും നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ ഇവന്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം എന്നൊക്കെ പറയാണ്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാൻ അമ്മയെന്ന് ചോദിക്കുക. അതെ, നിന്റെ മോനല്ലേ ഇവന്, അപ്പൊ പിന്നെ നീ അല്ലേ ഇവനെ നോക്കണ്ടേ? ഇനി എത്ര കാലം എനിക്കിങ്ങനെ നോക്കാൻ പറ്റും? എനിക്ക് വയസ്സും പ്രായമൊക്കെ ആയില്ലേ എന്നൊക്കെ പറയണം. അതെല്ലാം കേട്ട് ഇനിയിപ്പോ ശ്രുതി പറഞ്ഞു, എന്റെ ജീവിതം ഇപ്പൊ ഒന്നും മെച്ചപ്പെട്ടു വരുന്നുള്ളൂ. എന്തായി തീരും, എങ്ങനെയായി തീരുന്നു പോലും അറിയത്തില്ല. എനിക്കിങ്ങനെ ഒരു മോനും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ ഈ കുടുംബത്തിലുള്ളവര് പിന്നെ എങ്ങനെ എനിക്ക് വില തരുന്നേ? എന്നെ പിടിച്ചാ പുറത്താക്കില്ലെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോ വിമല പറഞ്ഞു, നിനക്കത് പറയാം, പക്ഷെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ മോന്റെ കാര്യം എങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയത്താണ് ആദ്യം അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ആദ്യക്ക് ആക്സിഡന്റ് ആയി കണ്ണൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് വരുവാണ്. ആദ്യം അമ്മയെന്ന് വിളിച്ചോണ്ടാ വരുന്നത്. ഈ സമയത്ത് വിമലെ ശ്രുതി ഒന്ന് ഞെട്ടി, അമ്മയെന്ന് വിളിച്ചോണ്ട് വരുന്നത്, അമ്മ എവിടെയാ, എന്റെ അമ്മ എവിടെയാന്ന് ചോദിച്ചോണ്ട് വരുവാണ്. അപ്പോഴേക്കും വിമലയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ശ്രുതിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷെ ആദ്യം ഇനി അറിഞ്ഞോ ശ്രുതി അമ്മയാന്നുള്ള കാര്യം അറിഞ്ഞോ എന്നൊരു ചിന്ത പോലും അവരുടെ മനസ്സിലേക്ക് വരുവാണ്. അപ്പോഴേക്കും അവനാണെങ്കിൽ തപ്പിത്തടഞ്ഞു വന്നിട്ട് പെട്ടെന്ന് വീഴാൻ തുടങ്ങുമ്പോഴത്തേനും ശ്രുതി അവനെ ചാടി കയറി പിടിക്കുകയാണ്. ആ സമയം ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ മടിയിൽ ഇരുന്നിട്ട് ചോദിച്ചു, അല്ല അപ്പം ആന്റി എന്റെ അമ്മയല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. എന്നിട്ട് എന്റെ ആന്റി ഇത്രയും കാലമായിട്ട് എന്നോട് ആന്റി എന്ത് അമ്മയെന്ന് പറയായിരുന്നേ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട് ശ്രുതി പറഞ്ഞു, അല്ല അത് പിന്നെ മോനെ ഞാന് ഈ സമയത്ത് വിമല ചോദിച്ചു, അല്ല മോൻ എങ്ങനെയാ മനസ്സിലായത് അമ്മയെ ഇരിക്കണേന്ന്? അതെ, നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടല്ലോ എന്ന് പറയണം. അപ്പൊ ഇത്രയും കാലം എല്ലാരും എന്നെ പറ്റിക്കുമായിരുന്നില്ലേ? ആന്റി എന്റെ അമ്മയായിട്ട് എന്നോട് പറയാതിരുന്നല്ലേന്ന് ചോദിക്കുക. സ്കൂളിലായാലും കുട്ടികളൊക്കെ നിനക്ക് അച്ഛനില്ല അമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അപ്പൊ എനിക്ക് സങ്കടം വരുമായിരുന്നു. ഇപ്പൊ എനിക്ക് സന്തോഷമായി. എനിക്ക് ആന്റി ഉണ്ടല്ലോ, ആന്റി അല്ല എനിക്ക് എന്റെ അമ്മ തന്നെ ഏതെന്ന് പറയണ. ഈ സംസാരം എല്ലാം കേട്ട് ഇനിയിപ്പോ ശ്രുതിക്ക് സങ്കടമായി. ശ്രുതി കെട്ടിപ്പിടിച്ച് കരയുവാണ്. കാരണം അത്രയും വലിയൊരു തെറ്റല്ലേ ചെയ്തിരിക്കുന്നേ. സ്വന്തം കുഞ്ഞ് കൺമുന്നിലുണ്ടായിട്ടും അവനെ ആ മോനായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെയാണ് ശ്രുതി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുമെന്ന് അവരും പേടിച്ചു. അതുകൊണ്ട് മാത്രമാണ് ശ്രുതി ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്നും പറയാതിരിക്കുന്നത്. ആ സമയത്ത് വിമല പറഞ്ഞു, ഇനി ഇപ്പൊ നിനക്ക് ഒളിച്ചു വെക്കാനൊന്നും പറ്റില്ല ശ്രുതി. എത്രയാന്ന് പറഞ്ഞാൽ ഇവനെ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ. ഇവൻ വളർന്നു വന്നുകൊണ്ടിരിക്കുമല്ലേ, അതേ കാലം ഇവന് നിനക്ക് പറ്റിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നൊക്കെ പറയണം. ആ സമയം ആദ്യം പറഞ്ഞു, അതെ എനിക്ക് അമ്മയുടെ അടുത്ത് ഇരുന്ന് കൊതി മതിയായില്ല. അതെ അമ്മയുടെ അടുത്ത് ഞാൻ ഇന്ന് ഇരുന്നോട്ടെ അമ്മേ, എനിക്ക് അമ്മയുടെ അടുത്ത് ഇരിക്കണം എന്നൊക്കെ പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞേ, അതൊന്നും ശരിയാകത്തില്ല, നിങ്ങൾ ഇന്ന് തന്നെ പോണമെന്ന് വിമലയോട് പറയണം. വിമല പറഞ്ഞു, ശരി മോളെ ഞങ്ങൾ പോയേക്കാന്ന് പറയാം. ആദ്യം പറഞ്ഞു, അതെങ്ങനെ ശരിയാവും അമ്മേ, എനിക്ക് അമ്മയുടെ അടുത്ത് ഇരിക്കണം എന്ന് പറയാം. ദേ ആദ്യം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ അമ്മയാന്നുള്ള കാര്യം നീ ആരോടും പറയരുതെന്ന് പറയാം. ഞാൻ ആരോടും പറയില്ല. ഇതിനു മുമ്പ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അതെ എന്റെ ആന്റിയാണ് ഈ ഇരിക്കുന്നുള്ള കാര്യമൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ കാര്യം ഞാൻ ആരോടും പറയില്ല എന്ന് പറയണം. നിന്നെ വിശ്വസിക്കാലോ അല്ലേ? വിശ്വസിക്കാം. അങ്ങനെ എന്റെ കാര്യം ചെയ്യാം, മോൻ വീട്ടിലേക്ക് പോയിക്കോ. അവിടെ ചെന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഇടയ്ക്ക് മോനെ കാണാൻ വരാന്നൊക്കെ പറയണം. ആന്റി വരുവോ, എന്നെ പറ്റിക്കുന്നാണോ നിൽക്കുക? വരാം എന്നൊക്കെ പറയാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കാനായിട്ട് അവരങ്ങോട്ടേക്ക് കയറി പോവാണ്. ആ സമയം രേവതിയെ കാണാൻ തോന്നുമ്പോൾ മീരി ഓർത്ത് ഇനി വരത്തില്ലേ. കാരണം രേവതിനെ എങ്ങനെയും വീട്ടിൽ നിന്ന് മാറ്റണം. ആദിക്കും ശ്രുതിക്കും വിമലയ്ക്കും വേണ്ടി കുറച്ച് സമയം തനിയെ വേണം. അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്കും പറഞ്ഞു വിട്ടിരിക്കുക, വീട്ടിൽ അവർ തനിച്ചാകാൻ വേണ്ടിയിട്ട്. ചന്ദ്രമതിനെ രവീന്ദ്രൻ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിട്ടു. ശ്രുതി പിന്നെ ഷോപ്പിലേക്ക് പോയി. അതുപോലെ തന്നെ സച്ചി ഓട്ടം പോയി. അപ്പൊ ഇനിയിപ്പോ രേവതി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ രേവതിയെ ഒരു ഉടായ്പൊക്കെ പറഞ്ഞിട്ട് പൂ കെട്ടാനാന്ന് പറഞ്ഞ് പൂ കെട്ടാൻ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മീര വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അങ്ങനെ കുറെ സമയം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും രേവതി അങ്ങോട്ടും. അപ്പോഴാണ് മീരയ്ക്കൊരു സമാധാനമായത്. ഓ രേവതി വന്നല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരികയാണ്. രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീര പറഞ്ഞു, ഞാൻ കരുതി രേവതി വരില്ലായിരിക്കുന്ന. അതെന്താ? അല്ല എന്നെ പറ്റിച്ചായിരിക്കും എന്ന് കരുതി. അങ്ങനെ ഞാൻ പറ്റിക്കുവോ? ഞാൻ കെട്ടിപ്പടിക്കാനുള്ള പൂവൊക്കെ മേടിച്ചോണ്ടാ വന്നിരിക്കുന്നത് പറയാണ്. അങ്ങനെ അവരകത്തേക്ക് കയറിപ്പോയി. ഈ സമയം രേവതി ഒരു പായ എടുത്തോണ്ട് ഞാൻ പറയണം. പായോ? അതെന്തിനാന്ന് ചോദിക്കുകയാണ്. അതെ പായ ഇടിച്ചിട്ട് അത്തെ നമുക്ക് പൂവിട്ട് തറയിലിരുന്ന് വേണം കെട്ടാനെന്ന് പറയണം. ആണോ? എനിക്കിന്ന് കുറച്ചൊന്നും കൂടുതലായിട്ട് അറിയില്ല എന്ന് പറയണം. അല്ല കുറച്ചെങ്കിലും പൂ കെട്ടാൻ അറിയാമെന്ന് ചോദിക്കാം. എനിക്ക് കുറച്ചൊക്കെ അറിയാമെന്ന് പറയണം. പെട്ടെന്നാണ് മീര ആ കാര്യം ഓർത്തെ. അറിയാന്ന് പറയണ്ട, കാരണം അറിയാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കെട്ടി തീർത്തിട്ട് ഇവരങ്ങോട്ട് പോകും. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് പണിയായിരിക്കും.
കുറെ സമയം എങ്ങനെയെങ്കിലും രേവതി ഇവിടെ നിന്ന് പിടിച്ചു വെക്കണം. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഉടായ്പും കാര്യങ്ങളും കാണിക്കണം. പിന്നീട് രേവതി പറഞ്ഞു, എന്നാ ശരി, നമുക്ക് പൂമാല കെട്ടാൻ പഠിച്ചാലോ എന്ന് ചോദിക്കണം. പിന്നീട് രേവതി മീരയെ പൂമാല കെട്ടാൻ പഠിപ്പിക്കുകയാണ്. മീരയോട് പറഞ്ഞു കൊടുക്കുക, ഈ പൂവെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടണം വലിക്കണം എന്നൊക്കെ പറയണം. ആ സമയം മീര ഒന്നും അറിയത്തില്ലാത്ത മട്ടിലായിരുന്നു പെരുമാറുന്നേ. മീര കുറച്ച് പൂവെടുത്ത് വെച്ചിട്ട് നൂലിന് കെട്ടിയങ്ങോട്ട് വലിക്കുകയാണ്. ആ പൂവെല്ലാം കൂടെ അങ്ങോട്ട് പിച്ച് ചീന്തിപ്പോയി. പെട്ടെന്ന് രേവതി പറഞ്ഞു, ഇങ്ങനെയാണോ ചെയ്യേണ്ടേ? ഇങ്ങനെ ചെയ്താൽ പൂവെല്ലാം പോകത്തില്ലേ? ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറയാം. പിന്നെയോ പതുക്കെ വേണം വലിക്കാനെന്നൊക്കെ പറയണം. അങ്ങനെ എല്ലാം കാണിച്ചു പെറുക്കി കൊടുക്കുകയാണ്. രേവതിയുടെ ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ മീരയ്ക്ക് തന്നെ സങ്കടം വന്നു. പാവം, താൻ അതിനെ ഇവിടെ പിടിച്ചോണ്ട് ഇരുത്തിയേക്കാണ്. വേറെ നിർവാഹമില്ലല്ലോ. ശ്രുതിക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നീട് മീര പറഞ്ഞു, രേവതി എനിക്ക് എന്നും ഒരു അത്ഭുതം തന്നെയാന്ന് പറയണം. അത്ഭുതമോ? അതെ. അതെന്താ അങ്ങനെ പറഞ്ഞ് എന്നെ കളിയാക്കിയതാണെന്ന് എനിക്ക്? ഒരിക്കലും അല്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണമുണ്ട്. വീട്ടിലെ ജോലികളെല്ലാം തീർത്തിട്ട് പിന്നെയാണല്ലോ പൂമാല കെട്ടാനായിട്ട് പോന്നെ. അങ്ങനെ പൂമാല കിട്ടി അതെല്ലാം കൊണ്ടേ കൊടുത്ത് എത്ര ജോലികളാണ് വീട്ടിൽ ഒരു ദിവസം ചെയ്യുന്നത്. ശരിക്കും അത്ഭുതമല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വല്ല ജോലികളല്ലേന്ന് ചോദിക്കാണ്. അത് കേട്ടപ്പോൾ രേവതി ചോദിച്ചു, അതാണോ പ്രശ്നം? അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. അല്ല, രേവതിക്ക് മടുക്കില്ലേന്ന് ചോദിക്കാം. നമ്മൾ ഓരോ ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ തഴക്കവും പഴക്കവും ആയതുകൊണ്ട് മടുപ്പൊന്നും തോന്നില്ല. പിന്നെ ചില സമയത്ത് ചില ദിവസങ്ങളിൽ കുറച്ച് ക്ഷീണമൊക്കെ തോന്നും. നമ്മളതങ്ങോട്ട് മാനേജ് ചെയ്ത് പോകുന്നു പറയാം. ആ സമയം മീര പറഞ്ഞു, എന്നാലും രേവതിയുടെ അമ്മായിമ്മ ഉണ്ടല്ലോ, അവരെ എനിക്ക് കണ്ണെടുത്താൽ കാണത്തില്ല. അവരെന്തൊരു സ്ത്രീയാ. അവരുടെ ഓരോ സംസാരവും പെരുമാറ്റവും ഒക്കെ ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയണേ. രേവതി പറഞ്ഞു, അതെ, അമ്മയെ കുറ്റം പറയില്ലെന്ന് പറയണ. അതെന്താ? അത് ശരിയല്ല എന്ന് പറയണ. അതെ രേവതി എപ്പം നോക്കി ചീത്ത പറയുന്നല്ലേ? ഞാൻ അവിടെ വരുമ്പോഴൊക്കെ കാണുന്ന കാഴ്ചയല്ലേ എന്ന് ചോദിക്കാം. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേങ്കില് മറ്റൊരാൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയാം. ശരിക്കും ആ അമ്മയുള്ളതുകൊണ്ടല്ലേ എനിക്ക് സച്ചേട്ടനെ പോലൊരു ഭർത്താവിനെ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ എന്നും അമ്മയോട് നന്ദിയും കടപ്പാടും ഉള്ളവളായിരിക്കും എന്ന് പറയണം. അത് കേട്ടപ്പോൾ മീരയ്ക്ക് അത്ഭുതമായിരുന്നു. മീര പറഞ്ഞു, ശരിക്കും ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് രേവതി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? ഞാനൊക്കെയാണ് ചിന്തിക്കില്ല കേട്ടോ. 2 ദിവസം ആ വീട്ടിൽ നിൽക്കും, 3-ാം ദിവസം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. വേണമെങ്കിൽ എൻ്റെ അമ്മായിമ്മക്കിട്ട് 2 കൊടുത്തിട്ട് ഇറങ്ങുമെന്ന് പറയണം. രേവതി പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നമ്മള്. കാരണം ഒറ്റ ദേഷ്യത്തിന് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന പോലും പറയാൻ പറ്റില്ലെന്ന് പറയണം. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു കുശുമ്പും കുന്നായും പിടിച്ചത് എന്നൊക്കെ മീര പറയാണ്. അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് ആരോ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്ന കേട്ടത്. പെട്ടെന്ന് മീര പറഞ്ഞു, അതെ, ഞാൻ ഇന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ബീരാനായിരുന്നു. അപ്പൊ ബീരാൻ ഇറച്ചി കൊണ്ട് കൊടുക്കാനായിട്ട് വന്നതാണ്. തേമ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ബീരന്റെ കൈ പിടിച്ചിട്ട് വലിച്ചു അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ചോദിച്ചു, എന്ത് പരിപാടി നിങ്ങൾ കാണിച്ചേ? നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് മീര ചോദിക്കുകയാണ്. അത് പിന്നെ ഞാനിങ്ങോട്ടേക്ക് ഇടയ്ക്ക് വരുന്നല്ലേ, ഇറച്ചി കൊണ്ട് തരാൻ വന്നാന്ന് പറയണം. പക്ഷെ എന്റെ പൊന്നോ, ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് പറയണം. എന്തിനാ, എന്നെ പറ്റി, എന്നെ ഒരു മോളേന്നൊക്കെ ചോദിക്കണം. ഒരു കാര്യം ഞാൻ പറയാം, പെട്ടെന്ന് നിങ്ങൾ ഇവിടെ സ്ഥലം കാലിയാക്കാൻ പറയണം. എന്താ അങ്ങനെ പറയണേ? ഞാൻ വന്ന് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കാം. പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി, കൂടുതൽ ചോദ്യമൊന്നും വേണ്ടെന്ന് പറയണം. അല്ല, എന്നെ ഏതോ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും തീരുമാനങ്ങളൊന്നും ആയില്ലേന്ന് ചോദിക്കാം. ഒരു തീരുമാനങ്ങളും ആയില്ല, ആകുമ്പോൾ ഞാൻ പറയാന്ന് പറയണം. ആ സമയം അകത്തിരുന്ന് രേവതി ഓർത്തു, നല്ല പരിചയമുള്ളൊരു ശബ്ദം പോലെ തോന്നുന്നുണ്ടല്ലോ. അത് ശ്രുതിയുടെ ഇളയച്ചന്റെ ശബ്ദമല്ലേ? അതുപോലെ തന്നെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയണം. ഒരു നിമിഷം ഇങ്ങനെ ചെവി വട്ടം കുറിപ്പിച്ച് പിടിച്ചിരിക്കുകയാണ്. അതേ ശബ്ദം പോലെ തന്നെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അതെങ്ങാനുമാണോ? പക്ഷെ ഇവിടെ വരേണ്ട കാര്യം എന്താ ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. അപ്പോഴേക്കും ഒരു വ്യക്തി മീര പറഞ്ഞു വിടാൻ തുടങ്ങുകയാണ് ബീരാനെ. എത്രയും പെട്ടെന്ന് പോകാൻ നമുക്ക് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ബീരാനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടുകൊണ്ട് രേവതി ഒന്ന് നോക്കാന്ന് കരുതി അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീര അങ്ങോട്ട് പോയിട്ടെന്ന് ഓടിച്ചെന്ന്, എന്താ രേവതി, എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. അത് പിന്നെയുണ്ടല്ലോ, ഇപ്പൊ ഒരാളുടെ ശബ്ദം കിട്ടില്ല, അതാരായിരുന്നു? അതോ, അതാ ഇറച്ചി വെട്ടുകാരൻ ഇറച്ചിയും കൊണ്ട് വന്നാന്ന് പറയണ. ഇറച്ചി വെട്ടുകാരനോ? അല്ല, എന്ത് പറ്റി? അല്ല, എനിക്ക് പരിചയമുള്ളൊരു സൗണ്ട് പോലെ എനിക്ക് തോന്നി, ശ്രുതിയുടെ ഇളയച്ചന്റെ സൗണ്ട് പോലെ എനിക്ക് തോന്നിയെന്ന് പറയണേ. ഇല്ലില്ല, അദ്ദേഹമൊന്നുമല്ല, ഇതിവിടുത്തെ ഇറച്ചി വെട്ടുകാരനാ. എനിക്ക് എല്ലാ ആഴ്ച ഇറച്ചി കൊണ്ട് തരുന്നതെന്നൊക്കെ പറയണം. ആണോ? വെറുതെ ഞാൻ തെറ്റിദ്ധരിച്ചെന്നൊക്കെ പറയണം. അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോകുമ്പത്തേനും രേവതി പറഞ്ഞു, ഇനിയിപ്പോൾ കുഴപ്പമുണ്ടോ, ഞാൻ പോയിക്കോട്ടെ, അത്യാവശ്യം മാല കെട്ടാൻ പഠിച്ചില്ലേന്ന് ചോദിക്കുകയാണ്. അല്ല, അത്രയ്ക്ക് ഞാൻ സെറ്റപ്പ് എടുത്ത് പഠിച്ചില്ലോ, എനിക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ടെന്ന് പറയണേ. കോമ്പറ്റീഷനല്ലേ വരുന്നത്, അപ്പോൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ രേവതി അടുത്തുണ്ടല്ലേ പറ്റുള്ളൂ. അത് മാത്രമല്ല, ആദ്യമായിട്ട് വന്നിട്ടൊന്നും കഴിക്കാതെ എങ്ങനെ പോണേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ വേണ്ട, ഒന്നും വേണ്ടാന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണം. പിന്നീട് രേവതി മീരങ്ങളുടെ അടുക്കളയിലേക്കാണ്. മീര പറഞ്ഞു, ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ് കറിയൊക്കെ വെക്കാന്ന്. രേവതി പറഞ്ഞു, വേണ്ട, ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കാന്ന് പറയണം. അങ്ങനെ രേവതി മീരയെ കൊണ്ടൊന്നും ചെയ്യിച്ചില്ല. രേവതി തന്നെ അവിടെ അടുക്കള കയറി ഓരോ ജോലികളൊക്കെ ചെയ്യണം. ചെയ്യുന്ന സമയത്ത് രേവതിയോട് മീര ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
മീര രേവതിയോടും ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് രേവതിക്ക് നൂറ് സംശയങ്ങളൊക്കെ ആയിരുന്നു. കാരണം ശ്രുതിയായിട്ട് എങ്ങനെ അടുപ്പം അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് രേവതിയോട് മീര പറഞ്ഞു, അതെ ശ്രുതിയായിട്ട് എനിക്ക് കുഞ്ഞുനാളിലുമുള്ള പരിചയമാണെന്ന് പറയണം. കുഞ്ഞുനാളിൽ മുതലുള്ള പരിചയം? അതെ. അല്ല മീര എവിടെയാ ജനിച്ചു വളർന്നത്? ഞാൻ കേരളത്തിലാന്ന് പറയണം. ആഹാ അങ്ങനെയാണോ? അല്ല അപ്പൊ ശ്രുതി വളർന്നൊക്കെ മലേഷ്യയിലല്ലേ? അപ്പൊ നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം എന്ന് ചോദിക്കുക. പെട്ടു. ആകെപ്പാടെ വാ പിഴച്ചും പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ ചാടി കയറി പറഞ്ഞു, അത് പിന്നെ വേറൊന്നും അല്ല കേട്ടോ രേവതി, അവിടെ ശ്രുതി പഠിച്ചു വയ്ക്കുക അവിടെയാ. പിന്നെ ഇവിടെ ഇടയ്ക്ക് അവധിക്ക് വരുമായിരുന്നല്ലോ, വെക്കേഷനൊക്കെ അവധിക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്സ് ആയതാന്ന് പറയണം. ഓ അങ്ങനെയല്ലേ? അല്ല അങ്ങനെ ഫ്രണ്ട്സ് ആണ് നിങ്ങളുടെ അടുത്ത വീട്ടിലായിരുന്നോ? അല്ല എന്റെ അച്ഛൻ കുറച്ചാൾ മലേഷ്യയിലായിരുന്നു പറയണം. ഓ അങ്ങനെയല്ലേ? ഇപ്പൊ അച്ഛൻ എവിടെയാ? ഇപ്പൊ കോയമ്പത്തൂരാന്ന് പറയണം. കാരണം ഒരു നുണ പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ 100 നുണയാ പറയേണ്ട വരുന്നേ. കാരണം രേവതിക്ക് ഒരു സംശയം തീരുന്നുണ്ടായിരുന്നില്ല. രേവതി ഓരോന്നോരോന്ന് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കല്ലേ, അപ്പൊ അതിനൊക്കെ മറുപടി പറയുകയും ചെയ്യണ്ടേ. അങ്ങനെ ആകെപ്പാടെ ടെൻഷനായി പോയി മീരയ്ക്ക്. ഈ സമയം ഡ്രസ്സൊക്കെ കവറിനകത്തെല്ലാം എടുത്തു വെച്ച് വിമല ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, പെട്ടെന്ന് ഇറങ്ങാമേ, എങ്ങാനും ആ സച്ചിയോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പോകാനും കൂടെ പറ്റത്തില്ല. അറിയാലോ രേവതീനെ അധികം സമയം അവിടെ പിടിച്ചിരുത്താൻ പറ്റില്ല. അവളിപ്പോൾ ഇങ്ങോട്ടേക്ക് വരും, അതിനു മുമ്പ് ഇവിടുന്ന് ഇറങ്ങണമെന്ന് പറയണം. ആദ്യം പറഞ്ഞു, ഇന്ന് പോണോ അമ്മ? ഞങ്ങൾ ഇവിടെ നിന്നോട്ടേന്ന് ചോദിക്കാം. അതേ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എന്റെ നല്ലത് മേടിച്ചു കിട്ടൂ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്നോട് എന്നെ അമ്മേന്ന് ഇങ്ങനെ വിളിക്കരുന്ന് പരസ്യമായിട്ട്. എങ്ങാനും ആരെങ്കിലും കേട്ടോണ്ട് വന്നാൽ പിന്നെ അത് മതിയെന്ന് പറയണം. അപ്പോഴേക്കും വിമല പറഞ്ഞു, അവന്റെ കൊതിയും കൊണ്ട് വിളിക്കുന്നതല്ലേടി. അത് മാത്രമല്ല അവന് നിന്നോടൊപ്പം ഇന്നൊരു ദിവസം കഴിയാൻ ആഗ്രഹം കാണും, അതുകൊണ്ടാന്ന് പറയണം. അമ്മ എന്താ എന്റെ മനസ്സിന് മനസ്സിലാകത്തെ? ഞാൻ പിന്നെ എന്താ, എനിക്കൊരു വിലയില്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് ദേഷ്യപ്പെടുവാണ്. ഞാനൊന്നും പറഞ്ഞില്ല എന്റെ കല്യാണി, അറിയാതെ അങ്ങോട്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇവന്റെ മനസ്സ് വേദനിക്കുന്ന കണ്ടാ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്നൊക്കെ പറയണം. അങ്ങനെ അവര് ബാഗും എല്ലാം എടുത്തോണ്ട് വാതിക്കലേക്ക് അങ്ങ് വരുന്ന സമയത്താണ് സച്ചി കയറി വരുന്നത്. അപ്പൊ സച്ചി ഒരു പാട്ടൊക്കെ പാടി കയറി വരുന്നതുകൊണ്ട് പെട്ടെന്ന് സച്ചിയെ വരുന്നതെന്ന് മനസ്സിലായി. ആ സമയത്ത് വിമലയുടെ കയ്യിലിരുന്ന ബാഗൊക്കെ പിടിച്ചു വലിച്ച് മേടിച്ചുകൊണ്ട് ശ്രുതി നേരെ മുറിയിലേക്ക് കൊണ്ടുവരുവാണ്. പിന്നീട് വിമലയോടും ആദ്യയോടും പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ പറയണം. അവരെ ആ ഹാളിൽ പിടിച്ചിരുത്തി. പിന്നീട് ശ്രുതി ഒന്നും അറിയത്തില്ലാത്ത വേണ്ടി തന്റെ മുറിയിലേക്ക് അങ്ങോട്ട് ഓടിപ്പോയി. അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നു. ആഹാ ഇത് എന്തെടുക്കുവായിരുന്നു രണ്ടുപേരും കൂടെ? ഇതൊന്നും ബോറടിച്ചോന്ന് ചോദിക്കുക. ഇല്ല മോനെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണ. അല്ല ആഹാരം കഴിച്ചോന്ന് ചോദിക്കുക. ഇല്ല കഴിച്ചില്ലാന്ന് പറയണ. ആ സമയം സച്ചി പറഞ്ഞു, ദയാ ആദ്യക്കുട്ട നിനക്ക് വേണ്ടിയിട്ട് അങ്കിൾ എന്തൊക്കെയാ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നുണ്ടോ? സ്പെഷ്യൽ ഇന്ന് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടെന്ന് പറയണം. സ്പെഷ്യലോ? അതെ ഇത് മോന് വേണ്ടിയിട്ട് അങ്കിള് വാങ്ങിച്ചോണ്ട് വന്നാന്ന് പറയണം. ആ സമയത്ത് അങ്ങ് ശ്രുതി ഇറങ്ങുന്നു. ഇതെന്താ ഇന്ന് പാർലർ അമ്മ പോയില്ലെന്ന് ചോദിക്കുകയാണ്. ഞാൻ പോയില്ല. എന്താ പോവാത്തെ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ആഹാ അത്ഭുതമായിരിക്കുന്നല്ലോ, സാധാരണഗതിയിൽ എല്ലാവരെക്കാളും നേരത്തെ പോകുന്നതല്ലേ, ഇന്ന് എന്ത് പറ്റി താമസിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ശ്രുതിയെ കളിയാക്കുവാണ്. ശ്രുതി പറഞ്ഞു, എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ പോകുന്നു പറയാം. ഇപ്പൊ എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാം. ആയിക്കോട്ടെ ഇഷ്ടമുള്ളപ്പോൾ പോകുവോ വരുവോ എന്ത് വേളം ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ലാന്ന് പറയാണ്. ആ സമയം പെമ്മിലി ചോദിച്ചു, അല്ല മോനെ നിനക്ക് ഓട്ടോ ഇല്ലായിരുന്നു നിൽക്കും? ഓട്ടോ ഉണ്ടായിരുന്നു, ചെറിയ ഓട്ടോ ആയിരുന്നു അമ്മേ. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നു. രേവതിയും താമസിച്ച് വരുവുള്ളൂ പറഞ്ഞു. നിങ്ങളിവിടെ തനിച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പെട്ടെന്ന് പോന്നു പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം വിമല പറഞ്ഞു, ആ ശരിയെന്ന് പറയണം. അല്ല ആഹാരം കഴിച്ചല്ലോ? അതെ ആദ്യക്കുട്ട നീ ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ, മോന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എന്താ കൊണ്ടുവന്നേക്കെന്ന് നോക്ക്, ബിരിയാണി വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു, ശരി അങ്കിളേന്ന് പറയണം. അപ്പോഴൊന്നും ഒട്ടും സഹിച്ചില്ല ശ്രുതിക്ക് അങ്ങോട്ട്. ഇയാൾക്ക് വരാൻ കണ്ട സമയം എത്രയും പെട്ടെന്ന് അവരിവിടുന്ന് പറഞ്ഞു വിടുവാണെങ്കിൽ രക്ഷപ്പെട്ടില്ലെന്ന് കരുതിയിരുന്ന ആ സമയത്താണ് ഇനിയിപ്പോൾ എങ്ങനെ പുറത്ത് കിടക്കാൻ പറ്റും? പുറത്ത് കിടക്കാൻ പറ്റില്ല. പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അയാളെ കണ്ടുപിടിക്കുകയും ചെയ്യും. ആകെപ്പാടെ പെട്ടുപോയല്ലോ എന്നൊരവസ്ഥയായിരുന്നു മനസ്സിനറിയുണ്ടായിരുന്നേ. ആ സമയം രേവതി കറിയൊക്കെ വെച്ചു. അങ്ങനെ മീരയും കൂട്ടി കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഈ സമയത്ത് മീര വെച്ച് കറി വെച്ച് നോക്കിയിട്ട് സൂപ്പർ നല്ല ടേസ്റ്റ് ആണെന്ന് പറയണം. വെറുതെ പറയില്ല, സത്യമായിട്ടും അതെ. ഞാനൊക്കെ കറി ഉണ്ടാക്കി ഇതിന്റെ 7 അയലക്കത്ത് പോലും വരത്തില്ല എന്ന് പറയണം. എന്നാലും സമ്മതിച്ചു തന്നിരിക്കുന്നു രേവതി വെച്ചിട്ട് കൈപ്പുണ്യം എന്ന് പറയണം. അതോടൊപ്പം രേവതി പറഞ്ഞ് അത്രയ്ക്കൊന്നും ഇല്ല എന്ന് പറയണം. എന്നാലും ഇത്രയും ജോലികളൊക്കെ തീർത്തിട്ട് ഇത് എപ്പോൾ സമയം കിട്ടുന്നു ഇതൊക്കെ ചെയ്യാനായിട്ട്? ശരിക്കും ഇപ്പൊ പാചകമൊക്കെ ഇത് എവിടെന്നാ പഠിച്ചെന്ന് ചോദിക്കാം. അതെന്റെ വീട്ടിൽ നിന്ന് പഠിച്ചാന്ന് പറയണം. ആരമ്മയെ പഠിപ്പിച്ചേ? അതെ ചെറുതിലെ മുതൽ എന്റെ അമ്മ പുകട്ടാൻ പോരുന്ന അമ്മയും അച്ഛനും ഒക്കെ. അപ്പൊ വീട്ടു ജോലികളിലൊക്കെ ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തത് ഞാൻ പഠിച്ചാന്ന് പറയണം. അല്ല എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന് പറയണം. ഞാൻ +2 വരെ. അത് കഴിഞ്ഞ് പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അച്ഛന്റെ അമ്മയുടെ അവസ്ഥ കണ്ട് പിന്നെ ഞാൻ തുടർന്ന് പഠിക്കാനായിട്ട് പോയില്ലെന്ന് പറയാ. അത് കേട്ട് കഴിഞ്ഞപ്പം മീര ചോദിച്ചു, അല്ല രേവതി ചേച്ചിക്ക് വേറെ സ്വന്തമായിട്ട് ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ്. രേവതി ചാന്ത അങ്ങനെ ചോദിച്ചാൽ, അല്ല സാധാരണ എല്ലാവർക്കും ഒരു ലക്ഷ്യം കാണും, ഒരു ആഗ്രഹം കാണും. ചേച്ചിക്ക് അങ്ങനെയൊന്നും ഇല്ലേന്ന് ചോദിക്കാം. ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചാൽ ആഗ്രഹമുണ്ട്. എന്താണെന്നറിയാവോ, എന്റെ അച്ഛൻ മരിച്ചു പോയതിനു ശേഷം എന്റെ അമ്മ കഷ്ടപ്പെട്ടാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അമ്മയുടെ കഷ്ടപ്പാടുകളൊക്കെ മാറണം, ശരത്തിനും ജോലി കിട്ടണം, അതുപോലെ തന്നെ
ദേവുവിന്റെ കല്യാണം നല്ല മംഗളകരമായിട്ട് നടക്കണം, നല്ലൊരു ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു വിടണം. അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ സച്ചേട്ടന് ഇപ്പോഴത്തെ ജോലി അറിയാലോ, അതുപോലെ തന്നെ നല്ല രീതിയിൽ സച്ചേട്ടന് പോകാൻ സാധിക്കണം. അല്ല, രേവതി ചേച്ചിക്ക് സ്വന്തമായിട്ടൊരു ആഗ്രഹം ഇല്ലെന്ന് ചോദിക്കുക. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാവരും സന്തോഷമായിട്ട് പോകണമെന്നാ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ മീര മനസ്സിൽ പറഞ്ഞു, ശ്രുതി പറയുന്ന പോലെ അല്ല, രേവതി ചേച്ചി ആള് നല്ല ആളാണ്, ഉദ്ദേശിക്കുന്ന പോലെ അല്ല. നമ്മളൊന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ബഹുമാനോ കാര്യങ്ങളൊക്കെ തോന്നും. അത്ര നല്ല സ്വഭാവത്തിന് ഉടമയാണ്. ഈ സമയത്ത് രേവതി അല്ല, എന്താ മീര ആലോചിക്കണമെന്ന് നോക്കി. ഒന്നുമില്ല, ഞാൻ വെറുതെ ഓരോന്നിങ്ങനെ ആലോചിച്ചാന്ന് പറയാണ്. എന്നാൽ കഴിക്കാൻ പറയണം. അങ്ങനെ അവർ ആഹാരം കഴിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതി അകത്തേക്ക് പോയി ഒരു പാത്രമൊക്കെ എടുത്തോണ്ട് വരുവാണ്. സച്ചി ഡ്രസ്സൊക്കെ മാറാൻ മുറിയിലേക്ക് കയറിപ്പോയി. പിന്നീട് വിമല എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു, അതെ ആദ്യക്ക് എടുത്ത് കൊടുക്കാൻ പറയണം. അപ്പോഴേക്കും വിമല പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ തന്നെ എടുത്ത് കൊടുക്കാൻ പറയാ. അങ്ങനെ അവസാനം ശ്രുതി എന്ത് ചെയ്യണം, ആദിക്കുള്ള ആഹാരം എടുത്തു. പിന്നീട് ആദിയെ പിടിച്ചെടുത്തിട്ട് ആദിക്ക് ഇങ്ങനെ വാരി കൊടുക്കുകയാണ്, കഴിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കാണ് സച്ചി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ട് വരുന്നത്. സച്ചി കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തെ ഒരു നിമിഷം സച്ചി ഇങ്ങനെ അന്താളിപ്പോടെ നോക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരിക്കലും ശ്രുതി ചെയ്യുന്നൊരു പ്രതീക്ഷയില്ലല്ലോ. രേവതി ഇങ്ങനെയൊക്കെ ചെയ്യും, വാരി കൊടുക്കുകയൊക്കെ ചെയ്യും, പക്ഷേ എങ്കിലും ശ്രുതി അങ്ങനെ ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു. ഇവിടെ സച്ചി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ ഇവിടെ നടക്കണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിയും വിമലയും അവരൊക്കെ ഞെട്ടിത്തെരിച്ചു പോയി. ഇനി എങ്ങനെ കള്ളത്തരം പിടിക്കപ്പെട്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതെ കണ്ടില്ലേ ഞാൻ വാരി കൊടുക്കുന്നേ, അത് മനസ്സിലായി. ഇങ്ങനെ വാരി കൊടുക്കാൻ വഴിയൊന്നും ഉള്ളതല്ലോ. അല്ല, എനിക്കൊരു സംശയം. ഇപ്പൊ ഇവന് വാരി കൊടുക്കുന്നു, ഇന്നലെ ഇവന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നോട്ടെ എന്ന് പറയുന്നു, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ശ്രുതിക്ക് എന്ത് മറുപടി പറയാൻ നേരത്തില്ല. ശ്രുതി പറഞ്ഞു, അത് പിന്നെ എനിക്കെന്തോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയണേ. ഇടിവെട്ടേറ്റ അവസ്ഥയിൽ ശ്രുതി നിൽക്കുവാണ്. ഇനി സച്ചിക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ട് സച്ചി തന്റെ കള്ളത്തരങ്ങളെ കണ്ടുപിടിച്ചോന്ന് പോലെ ഒരു സംശയം ഒരു വേള സംശയിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.